ഹലോ, വെൽക്കം ബാക്ക് ടു അഞ്ജലീസ് കറികൾ. ഇന്ന് നമ്മൾ വന്നിട്ടുണ്ട് ഒരു സ്കിൻ കെയർ ഓയിലായിട്ട് കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. ഇതിലേക്ക് വേണ്ടത് ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഒരു ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട്, പിന്നെ ഓറഞ്ചിൻ്റെ പീലെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അരച്ച് കൊണ്ടുവരാം. മിക്സിയുടെ ജാറിൽ വെള്ളമില്ലാതെ തുടച്ചെടുക്കണം കേട്ടോ. നമ്മൾ എടുക്കണതെല്ലാം വെള്ളമില്ലാതെ തുടച്ചെടുക്കണേ. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് അരച്ച് കൊണ്ടുവരാം. പിന്നെ എടുത്തിട്ടുള്ളത് ഒരു ചെറിയൊരു കഷ്ണം മഞ്ഞൾ കേട്ടോ, കസ്തൂരി മഞ്ഞളില്ലേ, അതാണ് എടുത്തിട്ടുള്ളത്. ഇതില്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ കുഴപ്പമില്ല. ഇനി നമുക്ക് ഒരെണ്ണം ഇതിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ച് കൊണ്ടുവരാം. ഇതിലേക്ക് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ലാസ്റ്റിലാണ് ചേർത്ത് കൊടുക്കണേ. ഇതൊരു 3 മാസമെങ്കിലും യൂസ് ആക്കണേ. ആഴ്ചയിൽ 2 പ്രാവശ്യം തേച്ചിട്ട് ഓയിലൊക്കെ തേച്ചിട്ട് കുളിച്ചാൽ മതി കേട്ടോ. കുറച്ച് ക്യാരറ്റ്, പിന്നെ ഓറഞ്ചിൻ്റെ തൊലി കൂടിയിട്ട് എല്ലാം കൂടിയിട്ട് അരച്ച് കൊണ്ടുവരാം. വലിയ മിക്സിയുടെ ജാറായിൽ ഒരുമിച്ച് അരച്ച് കൊണ്ടുവരാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇതെല്ലാം ഇട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് വെക്കുകയാണെന്നുള്ളൂ. നല്ല കളറാണ് ഈ ഓയിലിന്, നല്ല കളറുണ്ട് കേട്ടോ. എല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക, ഒരു ബോളിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി മഞ്ഞളും പിന്നെ ക്യാരറ്റ് കൂടി ബാക്കിയല്ലോ, നമുക്ക് അരച്ച് കൊണ്ടുവരാം. വെള്ളം ചേർക്കണമെന്നില്ല, വെള്ളം ചേർക്കാത്താണ് അരക്കണം കേട്ടോ. എല്ലാം കൂടി നമുക്കിങ്ങനെ മുന്നെണ്ണം എടുക്കാം. നമ്മൾ ഉണ്ടാക്കാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണ എടുക്കാം. നമുക്ക് വെളിച്ചെണ്ണ എടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചത് അരച്ച് കൊണ്ടുവന്നത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ല കളർഫുള്ളായിട്ടല്ലേ കാണണേ. ഓയിലും അങ്ങനെ ഉണ്ട് കേട്ടോ. ഈ ഓയിലൊക്കെ ഒഴിച്ച ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം ഇത് 1 മണിക്കൂർ ഒന്ന് മാറ്റി വയ്ക്കണം കേട്ടോ. അരമണിക്കൂർ ആ സമയം ഉണ്ടെങ്കിൽ 1 മണിക്കൂർ ഇതാക്കി വയ്ക്കുക, അല്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും ഇങ്ങനെ വയ്ക്കണേ. എല്ലാം മിക്സ് ആക്കിയിട്ട് മാറ്റി വയ്ക്കുക. കണ്ട ഇപ്പോഴൊക്കെ തന്നെ ഇതിൽ കളർ ചേഞ്ച് ആയിട്ടുണ്ട്. നമ്മൾ 1 മണിക്കൂർ ശേഷം നമുക്കിത് ഓയിൽ ഉണ്ടാക്കാം. ഇനി നമുക്ക് ഓയിൽ ഉണ്ടാക്കാം കേട്ടോ. 1 മണിക്കൂർ കഴിഞ്ഞു.
പാൻ എടുക്കുക, ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക, ആ പാനിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അത് നമുക്ക് കുറച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പതിക്ക് ഓയിലൊക്കെ നല്ല കളറായിട്ട് കിട്ടണ്ടേ നമുക്ക്, എന്നിട്ട് കരിഞ്ഞ് പോകാൻ പാടില്ല കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ആയിട്ട് എടുക്കണം. ഇതെല്ലാം ഇട്ടൊന്ന് തിളച്ചിട്ട് വരുന്നുണ്ട്. ഫ്ലെയിം കുറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കണം. ഇത് കുറച്ച് സമയം എടുക്കും കേട്ടോ. കണ്ണ ഇങ്ങനെ ആവും. ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ചിഷ്ട പൗഡർ ഇല്ലേ, അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി ചൂടാക്കിയിട്ട് എടുക്കണം കേട്ടോ. ഇതെല്ലാം ലോ ഫ്ലെയിമിലോ ചെയ്തിട്ട് എടുക്കണേ, അല്ലെങ്കിൽ നമ്മൾ ഓയിലൊക്കെ കരിഞ്ഞു പോവും. ഇവിടെ റൂമിൽ നിന്ന് നല്ല മണമുണ്ട് ഈ ഓയിൽ ഉണ്ടാക്കുമ്പോൾ. ഇതിലിട്ട് നമ്മളിത് തണുപ്പായ ശേഷം നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. കണ്ട നല്ല കളറായിട്ട് കാണുന്നില്ലേ? കേട്ടോ. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.